നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിനായകനെ പറ്റിയിട്ട് ഒരു 5 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. 2 വാക്കൊന്നുമല്ല, 5 വാക്ക് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി തോന്നിയവാസം ഇനി ആരും കാണിക്കാൻ പാടില്ല. ഈ വിനായകൻ്റെ തോന്നിയവാസം കേട്ട് മടുത്തപ്പെടുന്നത്. ആദ്യമൊക്കെ ഈ പഹേനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലർ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയപ്പോഴേ ഒരുപാട് നടന്മാർക്ക് നല്ല രീതിയിലുള്ള അസൂയ ഉണ്ടായിരുന്നു. വിനായകൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കോ? അതുപോലെ രജനീകാന്ത് പോലും വിനായകൻ്റെ അഭിനയം കണ്ട് അതിശയപ്പെട്ടു പോയി. മലയാളികളല്ലേ ഒരു ചാൻസ് പോലും കൊടുക്കാത്തത് എന്നുള്ള തരത്തിൽ ഒരുപാട് പേരിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു. അതുപോലെ ചിലയാൾ അഭിപ്രായം പറഞ്ഞു. ഇതിനൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം വിനായകൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണം, അതുപോലെ തമിഴ് സിനിമയ്ക്ക് വേണം. വിനായകൻ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള തരത്തിൽ കുറേ അങ്ങ് നമ്മൾ അടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ വിനായകനെ പറ്റിയിട്ട് ഒരുപാട് പേര് നിരന്തരമായിട്ട് വളരെ മോശപരമായ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശത്തിലുള്ള തെറിവിളികളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞു ഇത് പല നടന്മാരുടെ വീട്ടിലും സംഭവിക്കുന്നതാണ്. വിനായകൻ്റെ വീട്ടിൽ മാത്രമല്ല, ഈ ചില നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് വന്ന് ഇതുപോലെ പിന്നെ ഉള്ള പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട് എന്ന് പോലും പറഞ്ഞു. പക്ഷേ ഈയിടെയായിട്ടെന്ന് പറഞ്ഞാൽ വിനായകൻ്റെ ഒരു ഹോബി എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ പ്രശ്നമുണ്ടാക്കുക. അതുപോലെ ഇപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗോവയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ പ്രചരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കമൻ്റ് എഴുതുന്നുണ്ട് ഇതൊരു സിനിമയിലെ ഒരു സീനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള സീനുകൾ, സിനിമയിൽ ഇങ്ങനെയുള്ള ഒരു സീനുകൾ എടുത്തിട്ട് ഇതുപോലെ പ്രചരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒറിജിനൽ തന്നെയായിരിക്കാം. വിനായകൻ്റെ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആൾ നല്ല വെള്ളത്തിലാണ്, എവിടെ ചെന്ന് കഴിഞ്ഞാലും വെള്ളത്തിലാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ എയർപോർട്ടിൽ വെച്ചിട്ട്, ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറി അങ്ങനെ അവർ പിടിച്ചവിടെ ഉള്ളിൽ വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് വിനായകന് മനസ്സിലായത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അങ്ങനെ അവരോട് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വിടുകയാണ് ചെയ്തത്. അവർക്ക് മനസ്സിലായി ജയിലറിലെ ആ ഒരു നടനാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ വേറെ ആക്ഷനൊന്നും എടുക്കാതിരുന്നത്. പക്ഷേ ഇതുപോലെ നിരന്തരമായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് മലയാളികളെ പറയിപ്പിക്കുന്ന ഒരു ജന്മം എന്തിനാണോ താനൊക്കെ ജീവിച്ചിരിക്കുന്നത്? താനൊക്കെ കുറേ അവാർഡുകളും അതുപോലെ തന്നെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയവനല്ലേ. ഇനിയെങ്കിലും നല്ലത് പറഞ്ഞ് ജീവിച്ചൂടെ? എന്തിനിങ്ങനെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് കോമാളിത്തരം കാട്ടുന്നത്? ഇതൊക്കെ ആരെ കാണിക്കാനാണ് ഈ കോമാളിത്തരം കാട്ടുന്നത്? ജനങ്ങളെയോ? ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ജനങ്ങളെയോ? പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് മമ്മൂട്ടിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കോ, മോഹൻലാലാണെങ്കിൽ നിങ്ങൾ ചോദിക്കോ. എടാ, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കോ? ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വിനായകനൊന്നും ഒരുപോലെ കാണരുത്. കാരണം അവരൊന്നും ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാത്ത ടീമാണ്. പിന്നെ എന്തിനാണ് അവരെ പേര് ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടുന്നത്? അവരൊക്കെ വളരെ ഡീസൻ്റായിട്ട് നടക്കുന്നവരാണ്. അവരെവിടെയെങ്കിലും പോയിട്ട് മലയാളികളെ ആരെങ്കിലും പറയിച്ചിട്ടുണ്ടോ? ഇവനെ പോലെ ആരെങ്കിലും പറയിച്ചിട്ടുണ്ടോ? ഇവൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. അവിടുന്ന് നാട്ടിലാണെങ്കിൽ, കൊച്ചിയിലാണെങ്കിൽ ഇവൻ്റെ ഫ്ലാറ്റിൻ്റെ 5 കിലോമീറ്റർ പരിസരത്ത് ഒരാൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നാണം കെട്ടുപോകും നമ്മൾ. അമ്മാതിരി തെറിയാന്ന് ഇവൻ്റെ വായിൽ നിന്ന് വരുവാന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴും ചില ആൾക്കാർ പറയുന്നുണ്ട് വിനായകൻ്റെ ജാതി എങ്ങനെയായതുകൊണ്ടാണ്, വർണ്ണം അങ്ങനെയായതുകൊണ്ടാണ്. ഒരു തേങ്ങാക്കൊലിയല്ല. നല്ലതാണെങ്കിൽ വിനായകനല്ല എല്ലാവരെയും നമ്മൾ അംഗീകരിക്കും. കലാവും മണിച്ചേട്ടനെയൊക്കെ നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതാണ്. കാരണം അത്ര നല്ല മനുഷ്യനാണ്. അയാളെന്താ നല്ല വെളുത്ത നിറാണോ? അല്ലല്ലോ, അയാൾ കറുത്ത നിറം തന്നെയല്ലേ. എന്നിട്ട് നമ്മൾ നെഞ്ചിലാണ് കൊണ്ട് നടക്കുന്നത് കലാവും മണിച്ചേട്ടനെ. അതുപോലെ പല ആൾക്കാരെയും നമ്മളെ സലീം കുമാറിനാ, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മളിവിടെ കറുത്തത് വെളുത്തത് ജാതി മതം ഇതൊന്നും സിനിമയിൽ നമ്മൾ ചില ആൾക്കാരുണ്ടാവും, നമ്മളൊന്നും വേർതിരിച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വിനായകൻ കാണിക്കുന്ന എല്ലാ പോക്കൃത്തരത്തിനും പോയിട്ട് ആർക്കും കുട പിടിക്കാനൊന്നും പറ്റൂല. ഇപ്പോഴും വിനായകൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഏതിൻ്റെ കേടാണ്? പൈസക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ വേറെ ഫെയിമുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്, കൈനിറയ സിനിമകളാണ്. അയാളുടെ ഡേറ്റിന് വേണ്ടിയിട്ട് തമിഴിലും തെലുങ്കിലൊക്കെ ആൾക്കാർ ക്യൂ ആണെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വരുമാനം വാങ്ങിക്കുന്നത്. ഇതൊക്കെ പോരെ? എന്നിട്ട് ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പറയിച്ചു കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വീട്ടിൽ ചെല്ലുക, മോശമായിട്ട് പെരുമാറുക, അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അതായത് പണ്ടൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവാർഡ് കിട്ടിയിട്ട് കുറേ ആൾക്കാർ ഇവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത് അമ്മയോടെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ വിവാദമായിരുന്നു. ഇപ്പോഴും കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഇവനിങ്ങനെയാണ്. ഇനി ഇവരെ തിരുത്താനൊന്നും ഒരാൾക്കും പറ്റൂല. ഇതുപോലൊരു കൂറയായിട്ട് നടക്കുന്നതിൽ നല്ലതായിട്ട് നടന്നൂടെ?
എന്തിനിങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് വേറെ ആരും ഫോട്ടോയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇവൻ്റെ കുടുംബങ്ങളെ എനിക്ക് തോന്നുന്നത് അവരാരും ഫോട്ടോ എടുക്കാതെ നന്നായി അവിടെ നിന്ന്. കാരണം ഇല്ലെങ്കിൽ വഴിയേ പോകുമ്പം പറഞ്ഞിട്ടുണ്ട് വിനായകൻ്റെ പിന്നെ ഇത് പോകുന്നു, വിനായകൻ്റെ ആൾക്കാർ പോകുന്നു. വളരെ നാണക്കേട് തന്നെയാണ്. ഇവൻ്റെയൊക്കെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ട് അല്ലെങ്കിൽ എന്താണ്ട് നാട്ടുകാരനാണെന്ന് പറയാൻ വരെ എല്ലാവർക്കും ഭയങ്കര നാണക്കേട് തന്നെയാണ്. തോന്നിയവാസം, പോക്കൃത്തരം, ഇത് തന്നെയാണ് ഇയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ പറയുന്ന തെറികൾ, എൻ്റെ ഭഗവാനെ, അത് ഏത് സിനിമേൻ്റെ ഇതായാലും ശരി, ഇനി ഏത് സിനിമയായാലും ശരി, ഇമാതിരി കോപ്രായങ്ങളും ഇമാതിരി തെറികളൊന്നും ഒരു മനുഷ്യൻ പറയാൻ പാടില്ല. എന്തൊരു തെറിയാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇവൻ ആരാ ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത്? അല്ല ഇവൻ എന്തൊക്കെ പ്രത്യേകതയുണ്ടാ? ഇവൻ എന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആൾക്കാർ വരും, അപ്പോഴേക്ക് എൻ്റെ പാർട്ടിക്കാർ വരും, ഇത് വരും അത് വരും. ഒരു തേങ്ങാക്കൊലിയില്ല. ഏതെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞാൽ ആ ലേവലിൽ പോയിട്ട് എന്താ പറയേണ്ടത്? പണ്ട് ഉമ്മൻചാണ്ടീനെ പറഞ്ഞു തരാൻ തന്നെ ഇവനെ ഞാൻ നോട്ട് ഔട്ട് ചെയ്യാന്ന്. അന്നൊക്കെ പിന്നെ പോട്ട് എന്ന് വിചാരിച്ചാണ് ഉമ്മൻചാണ്ടീനെ വളരെ മോശമായിട്ട് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ചത്തു, നീ അച്ഛൻ ചത്തു, എന്തൊക്കെ ഇവൻ വിളിച്ചു പറഞ്ഞതിന് അവിടുന്ന്. അന്നേ ഇവനെ ഞാൻ നോട്ട് ഔട്ട് ചെയ്യാന്ന്. കാരണം ഇവൻ ഇവിടെ കിടക്കുന്നു, ഉമ്മൻചാണ്ടി സാർ ഇവിടെ കിടക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അങ്ങനെയുള്ള കുറേ തോന്നിയവാസം കളിക്കുക. ഇതാരുടെ ലേവല്ലേ? ആരും ഇവൻ്റെ പുറകിലുണ്ട്. എന്തു പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല, എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ രക്ഷപ്പെടും, എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അപ്പോഴെന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയെ നിങ്ങളിങ്ങനെ പറയുമോ? മോഹൻലാലിനെയും മമ്മൂട്ടിയെ നിങ്ങൾ ഇതുപോലെ ചെയ്യോ? ദിലീപിനെ ചെയ്യോ? ജയറാമിനെ ചെയ്യോ? സുരേഷ് ഗോപിയെ ചെയ്യോ? അവരൊന്നും ഇങ്ങനെ കളിക്കുന്നില്ല. അവരൊക്കെ വളരെ ഡീസൻ്റായിട്ടാണ് എയർപോർട്ടിലൂടെയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് പെരുമാറുന്നത്. പിന്നെ എന്തിനാണ് അവരുടെ പേര്, പാവങ്ങളുടെ പേര്, ഇവൻ്റെയൊക്കെ പേരിൻ്റെ കൂടെ അവരുടെ പേര് ചേർക്കാനേ പാടില്ല. അമ്മാതിരി കൂറയാണ് ഇവൻ. ഇതിനിടയ്ക്ക് നമ്മളെ ഈ കമറൂൺ നെന്മാറ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അയാൾ ഇവൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ട് പറയുകയാണ് ഇവനെ പിന്നെ ന്യായീകരിച്ചത് തെറ്റായിപ്പോയി എന്നിപ്പം തോന്നുന്നതെന്ന്. അതന്നെ എല്ലാവർക്കും തോന്നുന്നത്. ഇവനെ ന്യായീകരിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. നമ്മളൊക്കെ ഇവന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു വ്യക്തികൾ തന്നെയാണ്. ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിനായകന് വേണ്ടിയിട്ട് നമ്മൾ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ജയിലർ ഇറങ്ങിയപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സിനിമാ ഫീൽഡിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇവന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആ കൂറ സ്വഭാവം ഉണ്ടല്ലോ, അതിപ്പോഴും ഇങ്ങനെ ഈ വർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ ജയിലറിലെ, അത് ഇറങ്ങിയിട്ട് 3 കൊല്ലമായിട്ടുണ്ടെങ്കിലും ചെങ്ങാതി ഇപ്പോഴും അതിനകത്തൊന്നും പിന്നെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇപ്പോഴും അയാളുടെ വിചാരം അയാൾ വർമ്മൻ തന്നെയാണെന്നാണ്. അതുകൊണ്ടാണ് ഇമാതിരി കൂറ സ്വഭാവം കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ ഇതുപോലെ കാണിക്കുമോ? വൃത്തികെട്ട പരിപാടിയാണെന്ന്. ഇവൻ എവിടെ നിന്ന് വന്നടേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ജന്മാടെന്ന്. എത്ര ആൾക്കാർ അവിടെ നിന്ന് ഇവനെ നോക്കിയിരിക്കുന്നത് അറിയാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ അവിടെ തന്നെ പറയുന്നുണ്ടാവും. മദ്രാസികൾ മലയാളികൾ എന്ന് പറയുന്നുണ്ടാവും. അമ്മാതിരി തോന്നിയവാസങ്ങൾ കാണിക്കുക. ഗോവയിലാണെന്നാണ് തോന്നുന്നത്. ഈ സംഭവം ഗോവയിൽ നടന്നതാണ്. അതിൻ്റെ അകത്ത് അങ്ങനെയാണ് ആ പോസ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. നല്ലതായി കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ നമ്മൾ മോശമെന്ന് തന്നെ പറയും. മിസ്റ്റർ വിനായകൻ ഇനിയെങ്കിലും നന്നാകാൻ നോക്കടോ, ഇമാതിരി തോന്നിയവാസം കളിക്കാണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അതായത് ഇവനിട്ടൊരു അടിയായിരിക്കണം ഓരോ കമൻറ്റും ഓരോ ലൈക്കും. നന്ദി, നമസ്കാരം.